ബിജൂസ് PSCയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കേരള നവോത്ഥാനം പറഞ്ഞു വരികയാണ്. അയ്യങ്കാളി വരെയുള്ളത് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് എനിക്ക് ഡോക്ടർ പൽപ്പുവിലേക്കാണ് എൻ്റെ ക്രമം അനുസരിച്ച് വരുമ്പോൾ, അതായത് 1863 അയ്യങ്കാളി ജനിച്ചു, അതേ വർഷം ജനിച്ച ആളാണ് ഡോക്ടർ പൽപ്പു. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് ഞാൻ ഇടയ്ക്ക് ചെയ്ത ഒരു റീലുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. അപ്പോൾ ആ റീൽ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചുകൊണ്ട് 1-2 പേര് എനിക്ക് മെസ്സേജൊക്കെ അയച്ചു. ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് ആ റീൽ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് കുട്ടി പറയുന്നത് ദശാവതാരമാണ്. ദശാവതാരത്തിനെ ഒരു ഓർഡറിൽ ഇങ്ങനെ പറഞ്ഞു വരികയാണ്. മത്സ്യത്തിൽ തുടങ്ങി കൽക്കിയിൽ അവസാനിപ്പിക്കുന്നു. അതെന്തിനാണ് വെറുതെ എങ്ങനെ ചെയ്തതെന്നാണ് ചോദിച്ചത്. PSC പരീക്ഷയ്ക്ക് അതെന്തിനാണെന്നാണ് ചോദിച്ചത്. അത് PSC പരീക്ഷയ്ക്ക് വേണം. PSC ഒരു 6-7 വർഷം മുമ്പ് ഒരു സബ് ഇൻസ്പെക്ടർ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ, അത് ഒരു ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയായിരുന്നു. അപ്പോൾ അതിനകത്ത് ചോദിച്ചൊരു ചോദ്യം ഇങ്ങനെയാണ്: ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തവും ദശാവതാരവും തമ്മിലുള്ള ബന്ധമെന്ത്? എന്നിട്ട് ദശാവതാരം ക്രമമായി എഴുതാനും പറഞ്ഞിരുന്നു. അപ്പോൾ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം തന്നെയാണ് ദശാവതാരത്തിൽ നമ്മൾ കാണുന്നത്. ജീവൻ ആദ്യമായി വെള്ളത്തിലുണ്ടായി, പിന്നീട് കരയിലും വെള്ളത്തിലുമുള്ള ജീവി ഉണ്ടായി, പിന്നെ കരയിൽ മാത്രം ജീവിക്കുന്ന ജീവി ഉണ്ടായി. ഇത് തന്നെയല്ലേ നമ്മൾ ദശാവതാരത്തിലും കാണുന്ന മത്സ്യം, കൂർമ്മം, വരാഹം, പിന്നെ മനുഷ്യനും മൃഗവുമല്ലാത്ത ഒരു രൂപത്തിലേക്ക് വന്നു നരസിംഹം. അത് കഴിഞ്ഞിട്ട് ഉണ്ടായത് പൊക്കം കുറഞ്ഞ മനുഷ്യൻ, ചൈനയിലെ പീക്കിങ്ങിലെല്ലാം ഉണ്ടായ പൊക്കം കുറഞ്ഞ മനുഷ്യൻ, അത് വാമനൻ. അത് കഴിഞ്ഞിട്ട് പരശുരാമനെ കുറിച്ച് പറയുമ്പോൾ മഴു ആയുധമാക്കിയ ആൾ പരശുരാമൻ. നമ്മൾ ആദ്യമായിട്ട് കണ്ടെത്തിയ അല്ലെങ്കിൽ ഉപയോഗിച്ച ആയുധം എന്ന് പറയുന്നത് മഴുവാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത് അമ്പും വില്ലും ആയുധമാക്കി ശ്രീരാമൻ. അവിടെ നമ്മൾ കൃഷി ആരംഭിച്ചപ്പോൾ ആയുധമായിരുന്നത് കലപ്പ, ബലരാമൻ്റെ ആയുധം കലപ്പ. പിന്നെ നമ്മൾ കുലങ്ങളായി തിരിഞ്ഞ് യുദ്ധമൊക്കെ ചെയ്യുന്നു, കുരുക്ഷേത്ര യുദ്ധമൊക്കെ, അത് ശ്രീകൃഷ്ണൻ്റെ കാലത്ത്. ഇപ്പം നമ്മൾ കൽക്കിയിലേക്ക് എത്തി. അപ്പോൾ അത് ശരിക്കും പരിണാമ സിദ്ധാന്തം തന്നെയല്ലേ? മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി, ഇങ്ങനെ പോകുന്നു. ഇത് ആണ് തമ്മിലുള്ള ബന്ധം. ഇനി അതപ്പോൾ ചോദിച്ചത് ഇങ്ങനെയാണെങ്കിൽ, ഈ അടുത്ത കാലത്ത് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഇതേ ചോദ്യം കണ്ടു. അവിടെ ചോദിച്ചത് വിഷ്ണുവിൻ്റെ എത്രാമത്തെ അവതാരമാണ് ശ്രീരാമൻ എന്നാണ്. അപ്പോൾ ഇങ്ങനെ PSCയുടെ പല ചോദ്യപേപ്പറുകൾക്കകത്തും ആ ഒരു ഭാഗം കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു കുട്ടി പറഞ്ഞ ദശാവതാരം ഞാൻ ആ ഒരു റീലായിട്ട് അവിടെ ചെയ്തിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം, നമ്മുടെ നവോത്ഥാനത്തിലേക്ക് വരാം. അപ്പോൾ നവോത്ഥാനം എന്ന് ഞാൻ പറയുന്നത് ഡോക്ടർ പൽപ്പുവിനെ കുറിച്ചാണ്. പത്മനാഭൻ പൽപ്പു 1863 നമ്മുടെ പേട്ടയിലാണ് അദ്ദേഹം ജനിച്ചത്. തിരുവനന്തപുരത്ത് പേട്ടയിൽ 1863 ജനിച്ചു. ഡോക്ടർ പൽപ്പു മരണമടഞ്ഞത് 1950 ജനുവരി 25-നാണ്. അപ്പോൾ 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക്കായ ദിവസം. അപ്പോൾ ഇന്ത്യ റിപ്പബ്ലിക്കാകുന്നതിൻ്റെ തൊട്ട് മുൻപത്തെ ദിവസം മരണമടഞ്ഞ കേരളത്തിലെ നവോത്ഥാന നായകനാര്? അത് ഡോക്ടർ പൽപ്പുവാണ്, അല്ലേ? 1950 ജനുവരി 26-ന് ഇന്ത്യ റിപ്പബ്ലിക്കായി. അതിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസം അന്നാണ് ആര് മരിച്ചത്? ഡോക്ടർ പൽപ്പു മരണമടഞ്ഞത്. ഇനി അപ്പോൾ ഈ പൽപ്പു പേട്ടയിലാണ് ജനിച്ചതെന്ന് പറഞ്ഞു. അദ്ദേഹത്തിനെ കുട്ടിക്കാലത്ത് വിളിച്ചിരുന്നത് കുട്ടിയാപ്പി എന്നാണ്. ഡോക്ടർ പൽപ്പുവിൻ്റെ കുട്ടിക്കാലത്തെ നാമം കുട്ടിയാപ്പി എന്നാണ്, കുട്ടിയാപ്പി. അപ്പോൾ കുട്ടിയാപ്പി പഠിക്കാനൊക്കെ വളരെ സമർത്ഥനായിരുന്നു. അങ്ങനെ അദ്ദേഹം MBBS ഒക്കെ പാസ്സായി, മെഡിസിനൊക്കെ പാസ്സായി. അപ്പോൾ തിരുവിതാംകൂറിൽ ഈഴവ സമുദായത്തിൽ നിന്ന് മെഡിസിൻ പരീക്ഷ പാസ്സായി വന്ന ആദ്യത്തെ ആൾ എന്ന് പറയുന്നത് ഡോക്ടർ പൽപ്പുവാണ്. പക്ഷെ അദ്ദേഹം മെഡിസിൻ പരീക്ഷയൊക്കെ പാസ്സായി വന്നുവെങ്കിലും അദ്ദേഹത്തിന് തിരുവിതാംകൂറിൽ ഡോക്ടറായി ജോലി നൽകാനായിട്ട് തിരുവിതാംകൂറിലെ ഭരണാധികാരികൾ തയ്യാറാകുന്നില്ല. അത് ഈഴവ സമുദായമാണ് എന്ന കാരണത്താലാണ് അദ്ദേഹത്തിന് ജോലി നൽകാൻ തയ്യാറാകാത്തത്. അങ്ങനെ അദ്ദേഹം നേരെ എവിടേക്ക് പോവാണ്? മൈസൂറിലേക്ക് പോവാണ്. മൈസൂറിലാണ് അദ്ദേഹം പിന്നീട് ഡോക്ടറായി സേവനമനുഷ്ഠിക്കുന്നത്. ഇനി അവിടെ അദ്ദേഹം ഡോക്ടറായി സേവനമനുഷ്ഠിക്കുന്ന സമയത്ത് വാലിഗർ എന്ന് പറഞ്ഞിട്ടൊരു സമുദായക്കാരുമായിട്ട് അദ്ദേഹം ബന്ധം സ്ഥാപിക്കുകയും ആ വാലിഗർ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പല പ്രവർത്തനങ്ങളിലും അദ്ദേഹം അവിടെ ഏർപ്പെടുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ വെച്ച് അദ്ദേഹവും നമ്മുടെ സ്വാമി വിവേകാനന്ദനുമായിട്ട് കണ്ടുമുട്ടുന്നുണ്ട്. ഡോക്ടർ പൽപ്പുവും വിവേകാനന്ദനുമായിട്ട് 1893 ഡോക്ടർ പൽപ്പുവും വിവേകാനന്ദനുമായിട്ട് കണ്ടുമുട്ടുന്നത്.
മൈസൂറിൽ വെച്ചാണ് കണ്ടുമുട്ടുന്നത്. ശരിക്കും വിവേകാനന്ദൻ്റെ ഒരു ദക്ഷിണേന്ത്യൻ പര്യടനം, ആ പര്യടന സമയത്താണ് അദ്ദേഹം ആരെ കാണുന്നത്, നമ്മുടെ വിവേകാനന്ദനും ഡോക്ടർ പൽപ്പുവുമായി കണ്ടുമുട്ടുന്നത്. അതുപോലെ നമ്മുടെ കുമാരനാശാനുമായിട്ടും അദ്ദേഹത്തിന് വളരെ അടുത്തൊരു ബന്ധമുണ്ടായി. ശരിക്കും കുമാരനാശാനെ കുറിച്ച് പറയുന്നത് തന്നെ ഡോക്ടർ പൽപ്പുവിൻ്റെ മാനസപുത്രൻ എന്നാണ്. ഡോക്ടർ പൽപ്പുവിൻ്റെ മാനസപുത്രൻ എന്നറിയപ്പെടുന്നത് കുമാരനാശാനാണ്. അപ്പോൾ കുമാരനാശാൻ SNDP യോഗം രൂപീകരിക്കുമ്പോൾ അതിൻ്റെ ആദ്യ സെക്രട്ടറി ഒക്കെ ആകുന്നത് കുമാരനാശാനാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഡോക്ടർ പൽപ്പുവാണ്. കാരണം SNDP യോഗത്തിൻ്റെ ആയുഷ്കാല പ്രസിഡന്റായിരുന്നു ശ്രീനാരായണ ഗുരു. അപ്പോൾ അതിൻ്റെ ആദ്യ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഡോക്ടർ പൽപ്പുവാണ്. ഇനി അദ്ദേഹം തന്നെയാണ് ഈഴവ മഹാസഭ, ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ അല്ലെങ്കിൽ ഈഴവ മഹാസഭ എന്ന് പറഞ്ഞൊരു സംഘടന രൂപീകരിച്ചത് ഡോക്ടർ പൽപ്പുവാണ്. ഗ്രേറ്റർ ഈഴവ മഹാസഭ അല്ലെങ്കിൽ ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ അഥവാ ഈഴവ മഹാസഭ രൂപീകരിച്ചത് ഡോക്ടർ പൽപ്പുവാണ്. ഇനി അതുപോലെ അദ്ദേഹം തിരുവിതാംകൂറിലെ ഉദ്യോഗങ്ങളിൽ ഈഴവരായിട്ടുള്ളവരെയും അതുപോലെ പിന്നോക്ക സമുദായക്കാരെ ആൾക്കാരെ നിയമിക്കണമെന്ന് പറഞ്ഞിട്ട് 1896 ഒരു നിവേദനം തിരുവിതാംകൂറിലെ രാജാവിന് കൊടുക്കുന്നുണ്ട്. അക്കാലത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ശ്രീമൂലം തിരുനാളാണ്. ശ്രീമൂലം തിരുനാളിന് 1896 സെപ്റ്റംബർ 3 13,176 പേരൊപ്പിട്ട ഒരു നിവേദനം കൊടുക്കുന്നു. 13,176 പേരാണ് അതിനകത്ത് ഒപ്പിട്ടിരുന്നത്. അത് സമർപ്പിക്കുന്നത് ശ്രീമൂലം തിരുനാളിനാണ്, 1896. അതറിയപ്പെടുന്നത് ഈഴവ മെമ്മോറിയൽ എന്നാണ്. അപ്പോൾ ഈഴവരെയും അതുപോലുള്ള പിന്നോക്ക സമുദായക്കാരെയും സർക്കാർ ഉദ്യോഗങ്ങളിൽ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുക്കുന്നൊരു നിവേദനമായിരുന്നു അത്. പക്ഷെ ആ നിവേദനം കൊടുത്തിട്ട് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് 1901 നമ്മുടെ കഴ്സൺ പ്രഭു, അക്കാലത്ത് ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്നു കഴ്സൺ പ്രഭു തിരുവിതാംകൂർ സന്ദർശിക്കുന്നുണ്ട്. തിരുവിതാംകൂർ സന്ദർശിക്കുന്ന ആദ്യത്തെ വൈസ്രോയി എന്ന് പറയുന്നത് കഴ്സനാണ്. കഴ്സൺ വരുന്ന സമയത്ത് കഴ്സൺ കൊണ്ടുവന്ന് ഇവർ നിവേദനം കൊടുക്കുന്നു. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുന്നത് കഴ്സൺ പ്രഭുവിനാണ്. കഴ്സൺ ഈ നിവേദനമൊക്കെ വായിച്ചൊക്കെ നോക്കിയിട്ട് നാട്ടുരാജ്യങ്ങളുടെ ഇത്തരം കാര്യങ്ങളിലൊന്നും ഞങ്ങൾ ഇടപെടില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് തിരിച്ചു കൊടുക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈഴവ മെമ്മോറിയൽ കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. ഇനി അതുപോലെ മലബാറിൽ നമ്മുടെ ഡോക്ടർ പൽപ്പു ഒരു സംഘടന ഉണ്ടാക്കുന്നുണ്ട്. മലബാറിൽ വെച്ച് അദ്ദേഹം മലബാർ എക്കണോമിക് യൂണിയൻ എന്ന് പറഞ്ഞിട്ടൊരു സംഘടന ഉണ്ടാക്കുന്നുണ്ട്. ശരിക്കും അത് ഈഴവരെ വ്യവസായ രംഗത്തേക്ക് കൊണ്ടുവരിക, ത്രൈവ് ത്രൂ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടൊരു മുദ്രാവാക്യത്തോടു കൂടി, വ്യവസായത്തിലൂടെ പുരോഗതി നേടുക എന്നൊരു മുദ്രാവാക്യത്തോടു കൂടി ഡോക്ടർ പൽപ്പു ആരംഭിച്ച ഒരു പരിപാടിയായിരുന്നു മലബാർ എക്കണോമിക് യൂണിയൻ എന്ന് പറയുന്നത്. ത്രൈവ് ത്രൂ ഇൻഡസ്ട്രി, വ്യവസായത്തിലൂടെ പുരോഗതി എന്ന ആശയം മുന്നിൽ വെച്ചുകൊണ്ട്, എന്ന മുദ്രാവാക്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഡോക്ടർ പൽപ്പു എന്താരംഭിച്ചത്, മലബാർ എക്കണോമിക് യൂണിയൻ ആരംഭിച്ചത്. അങ്ങനെ അദ്ദേഹം മുന്നോട്ട് പോകുന്നു. പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് ഇനി നമുക്ക് പറയാവുന്നുള്ളത്, അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തനായി തീരുന്നൊരു മകനുണ്ടല്ലോ, നടരാജഗുരു അല്ലേ. ഡോക്ടർ പൽപ്പുവിൻ്റെ മകനാണ് ഡോക്ടർ നടരാജഗുരു എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ഈ ശ്രീനാരായണ ഗുരുകുലം എല്ലാം സ്ഥാപിച്ചതെന്ന് ഞാൻ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറഞ്ഞു. ശ്രീനാരായണ ഗുരുകുലം സ്ഥാപിച്ചു നമ്മുടെ ഡോക്ടർ പൽപ്പുവിൻ്റെ മകൻ നടരാജഗുരു എന്ന് പറയുകയുണ്ടായി. അതുപോലെ ഡോക്ടർ പൽപ്പുവിനെ കുറിച്ച് സരോജിനി നായിഡു ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ പൽപ്പുവിനെ കുറിച്ച് സരോജിനി നായിഡു പറഞ്ഞത് ഇന്ത്യ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്നാണ്. നമ്മുടെ പത്മനാഭൻ പൽപ്പുവിനെ, ബാല്യകാലത്ത് കുട്ടിയാപ്പി എന്നറിയപ്പെട്ടിരുന്ന പൽപ്പുവിനെ സരോജിനി നായിഡു വിശേഷിപ്പിച്ചത്. സരോജിനി നായിഡുവാണ് അങ്ങനെ വിശേഷിപ്പിച്ചത്. ഇനി ഈ ഡോക്ടർ പൽപ്പു ധർമ്മബോധത്തിൽ ജീവിച്ച കർമ്മയോഗി, എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതി. ആ പുസ്തകം എഴുതിയത് നമ്മുടെ MK സാനുവാണ്. പ്രൊഫസർ MK സാനു ഡോക്ടർ പൽപ്പുവിനെ കുറിച്ച് എഴുതിയ പുസ്തകമാണ് പൽപ്പു ധർമ്മബോധത്തിൽ ജീവിച്ച കർമ്മയോഗി എന്ന് പറയുന്ന പുസ്തകം. ശ്രീനാരായണ ഗുരുവിനെ വിവേകാനന്ദനുമായി കൂട്ടിച്ചേർത്ത കണ്ണി എന്നറിയപ്പെടുന്നത് ഡോക്ടർ പൽപ്പുവാണ്. ശ്രീനാരായണ ഗുരുവിനെ വിവേകാനന്ദനുമായി കൂട്ടിയോജിപ്പിച്ച കണ്ണി എന്നറിയപ്പെടുന്നത് ഡോക്ടർ പൽപ്പുവാണ്. അതുപോലെ
തിരുവിതാംകോട്ടെ തീയർ എന്ന പേരിൽ ഈ ജാതി വിവേചനത്തെക്കുറിച്ചൊരു ലേഖനം എഴുതി ഡോക്ടർ പൽപ്പു. തിരുവിതാംകോട്ടെ തീയർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ജാതി വിഭജനത്തെക്കുറിച്ച് ഡോക്ടർ പൽപ്പു ഒരു ലേഖനം എഴുതി. ആ ലേഖനം പ്രസിദ്ധീകരിച്ചത് മദ്രാസ് മെയിൽ എന്ന് പറയുന്ന പത്രത്തിലാണ്. അപ്പോൾ മദ്രാസ് മെയിൽ എന്ന പത്രത്തിലാണ് ഡോക്ടർ പൽപ്പു ഒരു ലേഖനം എഴുതിയത്. ആ ലേഖനത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയായിരുന്നു, തിരുവിതാംകോട്ടെ തീയർ എന്ന പേരിലാണ് അദ്ദേഹം ഒരു ലേഖനം എഴുതിയത്. അപ്പോൾ നമ്മുടെ ഡോക്ടർ പൽപ്പുവിനെ കുറിച്ച് പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ. പേട്ടയിൽ ജനിച്ച ഈഴവരുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്ന ആൾ, പൊളിറ്റിക്കൽ ഫാദർ ഓഫ് ഈഴവാസ്, ഈഴവരുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്ന പത്മനാഭൻ പൽപ്പുവിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങൾ. അപ്പോൾ അദ്ദേഹം മൈസൂറിലെ വാലിഗർ സമുദായക്കാരെയാണ് സഹായിച്ചതെന്ന് പറഞ്ഞു. ഇനി അദ്ദേഹം ജനിച്ചത് 1863 പറഞ്ഞു. അദ്ദേഹം മരണമടഞ്ഞ ദിവസത്തിന് നമ്മളൊരു പ്രത്യേകത പറയുകയുണ്ടായി. അത് 1950 ജനുവരി 25 ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിന് മുമ്പ്. പിന്നെ അദ്ദേഹം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുന്നതിന് നേതൃത്വം കൊടുത്തു. അത് ആദ്യം ശ്രീമൂലം തിരുനാളിന് കൊടുത്തു, പിന്നീട് കൊടുത്തത് കഴ്സനാണ്. പിന്നെ ഈഴവ സമുദായത്തിൽ നിന്നുള്ള ആദ്യത്തെ മെഡിക്കൽ ഗ്രാജുവേറ്റ് എന്ന് പറയുന്നത് ഡോക്ടർ പൽപ്പുവാണ്. ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് നമ്മളിന്ന് ആരെക്കുറിച്ച് പറഞ്ഞത്, ഡോക്ടർ പൽപ്പുവിനെ കുറിച്ച് പറഞ്ഞത്. ഇത് പലപ്പോഴും PSCയുടെ ചോദ്യപേപ്പറുകളിൽ കണ്ടുവരുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഇന്ന് പറഞ്ഞ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ കാണാനായിട്ട് സാധിക്കും. തൽക്കാലം ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു.